ചെയ്തു. എന്റെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി. പിന്നെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോ 2.5 മാസമായി ഒരു മാരത്തോണിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 6 കിലോളം വെയിറ്റും കുറഞ്ഞു. ഹെൽത്തിയാണ്, ഹാപ്പിയാണ്. ഇതിനെന്നെ സഹായിച്ച എന്റെ കോച്ച്, എന്റെ അപ്ലൈൻ കോച്ച്, അതുപോലെ സീനിയർ കോച്ച്, എല്ലാവർക്കും ഫ്രം ദ ഹാർട്ടിൽ നിന്നും താങ്ക്സ്. ഓക്കെ കൺഗ്രാറ്റുലേഷൻ. നല്ല ഹെൽത്ത് റിസൾട്ട് ആണ്. ഈ മസിൽ കോച്ചി പിടുത്തമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതെ, കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതിന് ഒരു റീസൺ ഞാൻ പറയാം. ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ മസിൽസ് പ്രോപ്പർ ആയിട്ട് കൺട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് കാൽഷ്യം വേണം. അപ്പൊ നമ്മൾ വിചാരിക്കും ശരീരത്തിൽ ബ്ലഡിൽ ആവശ്യത്തിന് അല്ലെ മസിൽസിൽ ആവശ്യത്തിന് കാൽഷ്യം ഇല്ലെങ്കിൽ അത് എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഒക്കെ എടുത്തോളുന്നു. കറക്റ്റ് ആണ്, എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഒക്കെ എടുക്കും. പക്ഷേ എപ്പോഴും ശരീരത്തിന് അതിനൊരു കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഒന്നും എടുക്കണമെന്നില്ല. അപ്പോ ഈ കാൽഷ്യത്തിന്റെ ലെവല് ബ്ലഡിലും അതുപോലെ തന്നെ ബ്ലഡിൽ നിന്നാണല്ലോ മസിൽസിലേക്കൊക്കെ എത്തുന്നത് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ മസിൽ ക്രാംസ് അല്ലെ മസിൽ കോച്ചി പിടിക്കും എന്നൊക്കെ പറയാം. മസിൽ കോച്ചി പിടുത്തമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ ന്യൂട്രീഷൻ ഷേക്കും സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ സപ്ലിമെന്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ആഹാരത്തിലൂടെ നമ്മൾ നിത്യേന നമ്മൾ വലിയ പോഷകം എന്ന് പറയുന്നത് കഴിക്കുന്ന ആഹാരത്തിലൂടെ അപര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പൊ കോച്ചിപ്പിടുത്തം ഇല്ല, അല്ലാതെ ഇവിടെ യാതൊരു ഓക്കെ സാറേ. അപ്പൊ ഈ പറയുന്ന എന്താണ് നമ്മളിവിടെ യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ചികിത്സാ രീതികളോ ചികിത്സാ പദ്ധതിയോ അല്ലെങ്കിൽ ഈ കോച്ചിപ്പിടുത്തം മാറാനുള്ള ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് പറയുന്നത്?